നമസ്കാരം. രാജ്യം ഉറ്റുനോക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മോദിയും സുപ്രീം കോടതിയും നേർക്കുനേറെന്ന് പറയാം. എന്തും സംഭവിക്കാമെന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടുള്ള BJPയുടെ നേതാവാണ്. അതായത് ലെജിസ്ലേറ്റീവ് ഹെഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ജുഡീഷ്യൽ ഹെഡ് ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസ്. അദ്ദേഹവും പ്രധാനമന്ത്രിയും തമ്മിൽ നേരിട്ട് വാക്പോരിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന സാഹചര്യമാണ്. അതായത് വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള പാനൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുമ്പോൾ ആ കമ്മീഷനെ സത്യവാചകം മാത്രം ചൊല്ലിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വമല്ല എന്ന്, മറിച്ച് ആ പാനലിലെ അംഗം കൂടി ആയിരിക്കണം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് കൃത്യമായി ഉത്തരവിട്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സഞ്ജീവ് ഖന്ന. ഈ തീരുമാനത്തോടുകൂടി ഇപ്പോൾ തലയിൽ വലിയൊരു ഇടുത്തി വീണ പോലെ മൂട്ടിൽ തീ പിടിച്ച് ഇപ്പോൾ മോദിയും കൂട്ടരും കളം വിടുന്നുവെന്ന് പറയേണ്ടി വരികയാണ്. നാളിത്രയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമങ്ങളെപ്പോലും കാറ്റിൽ പറത്തുന്ന രീതിയാണ് ഇക്കഴിഞ്ഞ കാലയളവിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ അവലംബിച്ചത്. 1961 തെരഞ്ഞെടുപ്പ് ചട്ടത്തെ തന്നെ ഭേദഗതി ചെയ്തുകൊണ്ട് ആ ചട്ടത്തിനകത്ത് വെള്ളം ചേർത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കലായിരുന്നു മോദിയും കൂട്ടരും ചെയ്തത്. 1961 തെരഞ്ഞെടുപ്പ് ചട്ടം 93(2)A പ്രകാരം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിയമമന്ത്രാലയം ഭേദഗതി ഉണ്ടാക്കിയിരുന്നു. വെബ്കാസ്റ്റിംഗ്, അതുപോലെ തന്നെ CCTVയും അതുപോലെ മേൽപ്പറഞ്ഞ പല കാര്യങ്ങളിലും വ്യക്തമായി അതിനകത്ത് ഭേദഗതി ചെയ്തുകൊണ്ട് അവിടെ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയെ പോലും വിഡ്ഢിയാക്കുന്ന രീതിയാണോ അവലംബിച്ചത് എന്ന വലിയ ചോദ്യം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ചോദിക്കുമ്പോൾ പ്രധാനമന്ത്രി ഇളിഭ്യനായി മാറുകയാണ്. 1961 ചട്ടത്തെ ഭേദഗതി ചെയ്യാൻ എന്തായിരുന്നു നിങ്ങൾക്ക് ഇത്ര തിടുക്കമെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഹരിയാനയിലെ തെരഞ്ഞെടുപ്പും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൃത്യമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിവരാവകാശ നിയമപ്രകാരമുള്ള മുഴുവൻ രേഖകളും നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആ കാര്യത്തിലാണ് ഇപ്പോൾ വലിയ ഭേദഗതി ഉണ്ടാക്കിക്കൊണ്ട് സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രക്ഷിക്കാമെന്ന് വിചാരിച്ചു. വളരെ കൃത്യമായി പറഞ്ഞാൽ പടിയിറങ്ങുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ടുള്ള രാജീവ് കുമാറിനെ കുരുക്കാൻ മാത്രം കഴിവുള്ള അത്രയ്ക്ക് പ്രാപ്തിയുള്ള നേതാവാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്ന ബോധ്യമാണ് ശരിക്കും BJPയെ കൊണ്ട് ഈ വലിയ കള്ളക്കളികൾ കളിപ്പിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ അതിന് മറുപടി കൊടുത്തേ പറ്റൂവെന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ വാദമുഖത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ ഇപ്പോൾ ആകെ ഗതികെട്ട രീതിയിൽ ഇരിക്കുകയാണ് മോദിയും BJPയും. ശരിക്കും കുരുക്ഷേത്ര യുദ്ധത്തിനിടയിൽ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരുടെ അവസ്ഥയാണ് ഇതെന്നൊക്കെ കൃത്യമായി മാധ്യമങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഉപരിയായി വാസ്തവത്തിൽ ഇപ്പോൾ ചതിക്ക്, വഞ്ചനയ്ക്ക് കിട്ടിയ മറുപടി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ സാധിക്കും. ഈ ചട്ടത്തെ ഭേദഗതി ചെയ്ത നീക്കത്തെ കേന്ദ്രം ഉടൻ തന്നെ പിൻവലിക്കാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശം വരുമെന്ന് വളരെ വ്യക്തമാണ്. അതിനുവേണ്ടിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ വീണ്ടും ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതോടുകൂടി കേന്ദ്ര നിയമമന്ത്രി അടക്കമുള്ളവർ ഇതിനെ സമാധാനം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ രാജ്യത്ത് കാര്യങ്ങളെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.